ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 മാർച്ച് മാസഫലം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് മകം, പൂരം, ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവർക്ക് മാർച്ച് മാസം എങ്ങനെയാകും. ഇപ്പം മാർച്ച് മാസത്തിലെ ഫലം അറിയുന്നതിന് മുമ്പ് ആദ്യം മാർച്ച് മാസത്തിൽ ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ഗ്രഹസ്ഥിതി എങ്ങനെയാകും എന്ന് നോക്കാം. ഇപ്പോൾ ചിങ്ങക്കൂറ് ചിങ്ങലഗ്നം എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ രാശിയാണ്. ഇപ്പോൾ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള സൂര്യൻ മാർച്ച് 15-ന് 7-ൽ നിന്നും അഷ്ടമത്തിലേക്കാണ് രാശി മാറുന്നത്. ചൊവ്വ 7-ൽ സ്ഥിതി തുടരുന്നു. ബുധനും 7-ൽ സ്ഥിതി തുടരുന്നു. 20 വരെ ബുധൻ വക്രത്തിലും 21 മുതൽ 7-ൽ ബുധൻ നേർസഞ്ചാരത്തിലും ആകുന്നു. ഗുരു ആണെങ്കിൽ 11-ലാണ്, നേട്ടത്തിൻ്റെ സ്ഥാനത്താണ്. 10 വരെ ആ ഗുരു വക്രത്തിലായിരിക്കും. അതിനുശേഷം ആ ഗുരു 11-ൽ നേർസഞ്ചാരത്തിൽ വരുന്നു. അതുവരെ അതുപോലെ ശുക്രൻ മാർച്ച് 2-ന് അഷ്ടമത്തിൽ ഉച്ചസ്ഥിതനാകുകയാണ്. 25-ന് ആ ശുക്രൻ 9-ലേക്ക് രാശി മാറുന്നു. ശനി അഷ്ടമത്തിലുണ്ട്. രാഹു 7-ലും കേതു ജന്മരാശിയിലും സ്ഥിതി തുടരുന്ന സമയമാണ്. അപ്പോൾ മാർച്ച് മാസത്തിൽ ശുക്രനും രവിയുടെയും ഈ 2 ഗ്രഹങ്ങളും അഷ്ടമത്തിലേക്ക് മാറുന്നു എന്നതും, ഗുരു 11-ാം ഭാവരാശിയിൽ 11 മുതൽ നേർസഞ്ചാരത്തിൽ വരുന്നു എന്നതും, ബുധൻ 7-ാം ഭാവരാശിയിൽ 21-ന് നേർസഞ്ചാരത്തിൽ വരുന്നു എന്നുള്ളതുമാണ് മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതിയുടെ പ്രത്യേകത. നമുക്ക് ഈ മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ചിങ്ങക്കൂറുകാരുടെയും ചിങ്ങലഗ്നക്കാർക്കും അവരുടെ ആരോഗ്യസ്ഥിതി, പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. അതായത് മാർച്ച് പ്രത്യേകിച്ച് ജന്മരാശിയിലാണ് മാർച്ച് മാസം 3-ാം തീയതി ജന്മരാശിയിലാണ് ചന്ദ്രഗ്രഹണം നടക്കുന്നത്. ജന്മരാശിയിൽ കേതു ഉണ്ട്. ജന്മരാശിയിൽ രാഹു, കുജൻ, ബുധൻ, അതുപോലെ ആദ്യത്തെ പകുതി സൂര്യനും ഒക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ആദ്യ പകുതി പൊതുവെ മാനസികമായിട്ടുള്ള ടെൻഷൻ കൂടാവുന്ന സമയമാണ്. ഗ്രഹണ രാശിയും കൂടിയാണ്. അതുപോലെ അവസാനത്തെ പകുതി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. കാരണം യാത്രകളിലൊക്കെ അവരൊരു കെയർ വേണ്ടുന്ന സമയമാണ്. കാരണം ജന്മരാശ്യാധിപൻ അഷ്ടമത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ യാത്രകളിൽ കെയർ വേണം. പൊതുവെ ശരീരസുഖം കുറയാവുന്ന ഒരു ഗ്രഹസ്ഥിതി എന്ന് പറയാം. ഇമ്മ്യൂണിറ്റി ലെവലൊക്കെ കുറയാം. ചിലർക്ക് ഇൻഫെക്ഷന് സാധ്യതയുണ്ട്. അഷ്ടമത്തിലാണ് ശനി, സൂര്യനൊക്കെ ശുക്രനും ഒക്കെ സ്ഥിതി വരുന്നു എന്നുള്ളത് കൊണ്ട് ലോവർ അബ്ഡമൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ചിലർക്ക് യൂറിനറി ആയിട്ടുള്ള ഇൻഫെക്ഷൻ, അതുപോലെ ആർത്രൈറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, പെയിൻ, ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. ചിലർക്ക് ഈ ജെനിറ്റൽ ഓർഗൻസ്, ജനറേറ്റീവ് ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസിനും സാധ്യത കാണുന്നുണ്ട്. പൊതുവെ ഒരു ഇമോഷണൽ സ്ട്രെസ് കൂടാവുന്ന സമയമാണ്. ശനി 8-ലൊക്കെ നിൽക്കുന്നത് കൊണ്ട് ആയുർനേട്ടമൊക്കെ ഉണ്ടാകും. ശനി 6-ാം ഭാവാധിപനും കൂടിയാണ്. 6-ാം ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിലൊക്കെ നിൽക്കുന്നത് വിപരീത രാജയോഗമാണ്. അതായത് നമുക്ക് ടൈമിലി ആയിട്ടുള്ള പ്രിവൻറ്റീവ് കെയറിലൂടെ നമുക്ക് ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് റിലീഫ്, റിക്കവറി കണ്ടെത്താൻ കഴിയും. അപ്പം മാത്രമല്ല വ്യായാമം, അതുപോലെയുള്ള യോഗ ഇത്യാദി മാർഗങ്ങളിലൂടെയൊക്കെ നമുക്ക് ശാരീരിക സുഖം വീണ്ടെടുക്കാൻ കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക. ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത പങ്കാളിക്കോ അല്ലെങ്കിൽ സഹോദരനോ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഇനി നമുക്ക് തൊഴിൽസ്ഥിതി നോക്കുമ്പോൾ കർമ്മകാരകൻ ശനി 8-ലാണ്. കർമ്മഭാവാധിപൻ ശുക്രനും 8-ലാണ്. അപ്പോൾ അവസാനത്തെ പകുതി ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള സൂര്യനും 8-ലേക്ക് വരികയാണ്. അപ്പോൾ തൊഴിൽ മാറ്റത്തിനോ തൊഴിലിൽ ട്രാൻസ്ഫറിനോ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ദൂരയാത്രകൾക്കോ സാധ്യതയുണ്ട്. അതേസമയം ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്, കോൺഫിഡൻഷ്യൽ വർക്ക്, ഹെൽത്ത് വർക്ക്, ബാങ്കിങ്, ഓഡിറ്റിങ്, അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്, ഇൻഷുറൻസ് റിലേറ്റഡ് വർക്ക്, എൻക്വയറി റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്, പ്രിസൺ വർക്ക്,
അസറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്, ഈ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് തൊഴിലിൽ നേട്ടമുണ്ടാകാൻ സാധ്യത ഉണ്ട്. കാരണം 10ാം ഭാവാധിപനായിട്ടുള്ള ആ ഗ്രഹം ശുക്രൻ ഭാവത്തിൻ്റെ 11ൽ സഞ്ചരിക്കുന്ന 11ൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന സമയമായതുകൊണ്ട് ഈ മേഖലകളിലുള്ളവർക്ക് പ്രത്യേകിച്ച് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ സൂര്യൻ 8ലേക്ക് മാറുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ സർക്കാരിലൊക്കെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിൽ സഡൻ ചലഞ്ചസ് അല്ലെങ്കിൽ വർക്ക് പ്രഷറൊക്കെ കൂടാവുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. അത് മാത്രമല്ല, തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ, ആ ശനി, അതുപോലെ സൂര്യൻ, അതുപോലെ ശുക്രൻ, ഇവരെല്ലാം ശത്രുഗ്രഹങ്ങളും കൂടെയാണ്. അപ്പോൾ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളുണ്ടാകാം. അതുപോലെ തന്നെ ഈ തൊഴിലിടത്ത് റിലേഷൻഷിപ്പ് സുഖകരമാകണമെന്നില്ല. ചിലവരെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കശ നിലപാടുകൾ സ്വീകരിക്കുന്നത് തൊഴിലിടത്ത് ചിലപ്പോൾ ശത്രുക്കളെ സൃഷ്ടിക്കുന്നതിനും സാധ്യത കാണിക്കുന്നുണ്ട്. ഹിഡൻ മാറ്റേഴ്സൊക്കെ ചിലപ്പോൾ പുറത്ത് അറിയുന്ന സമയവും കൂടെയാണെന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പോൾ രഹസ്യമായിട്ട് തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് പുറത്തറിയും എന്ന ഒരു അവബോധം അവരുടെ ഭാഗത്തുണ്ടാകണം. അവസാനത്തെ വാരമൊക്കെ ശുക്രൻ ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നത് തൊഴിൽ അന്വേഷകർക്ക്, പ്രത്യേകിച്ച് തൊഴിൽ ചെയ്യുന്നവർക്കുമൊക്കെ തന്നെ സന്തോഷാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആദ്യ പകുതി കഴിയുമ്പോൾ അതിൻ്റെ തൊഴിലിലെ ആ ടെൻഷനൊക്കെ കുറയാൻ കഴിയും. അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തൊഴിലവസരങ്ങളൊക്കെ വരും, തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ ബിസിനസ് കാരകനാണ്. ആ ബുധൻ 7ലാണ്. 20 വരെ ബുധൻ വക്രത്തിലും 21 മുതൽ ആ 7 ബുധൻ നേർസഞ്ചാരത്തിലും വരുന്നു. അപ്പോൾ ബുധൻ എന്ന് പറയുന്നത് 2ഉം 11ഉം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ 7ാം ഭാവാധിപനായിട്ടുള്ള ശനിയാണെങ്കിൽ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ്. അതുപോലെ ശുക്രനും അഷ്ടമത്തിലാണ്. അപ്പോൾ ബിസിനസ്സിൽ അല്പക്കയർ വേണം. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു മുന്നേറ്റം ബിസിനസ്സിൽ ഉണ്ടാകണമെന്നില്ല. ബിസിനസ് തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ബിസിനസ്സിലൊക്കെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. രാഹു ബുധനുമായിട്ടൊക്കെ ആ ബന്ധം 7 വരുന്നുണ്ട്. അതുകൊണ്ട് കഴിവതും സഡൻ ഡിസിഷനൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. 21 മുതൽ ബുധൻ നേർസഞ്ചാരത്തിലൊക്കെ വരുന്നത് ഗുണം ചെയ്യും. അതുപോലെ തന്നെ 25-ന് ശുക്രനും ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് കിട്ടുന്നതിനൊക്കെ അത് സഹായകമാകും എന്ന് തന്നെ പറയാം. അതുപോലെ വിദേശ വിപണനമൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും ആ ഗ്രഹസ്ഥിതി സഹായകമാകും. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകൻ ബുധനാണ്. ആ ബുധൻ 7ലാണ്. ജന്മരാശിയിൽ ബുധൻ്റെ ദൃഷ്ടിയുണ്ട്. ആദ്യത്തെ 20 ദിവസം വക്രദൃഷ്ടിയാണ്, പിന്നീട് അത് നേർസഞ്ചാരത്തിൽ ദൃഷ്ടി വരുന്നു. 5ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആണെങ്കിൽ ഗുരു ജ്ഞാനകാരകനും കൂടിയാണ്. ആ ഗുരു 11 നേട്ടത്തിൻ്റെ സ്ഥാനത്തുണ്ട്. അപ്പോൾ മാർച്ച് 11 മുതൽ ആ വക്രത്തിൽ നിൽക്കുന്ന ഗുരുവൊക്കെ നേർസഞ്ചാരത്തിൽ വരുന്നു. ആ ഗുരു 5ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ പഠനം മെച്ചപ്പെടുത്തുന്നതിനുള്ള ചിന്ത, അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ ഫലവത്താകുന്ന സമയമായിരിക്കും. മാർച്ച് 11 മുതൽ ഗുരുവൊക്കെ നേർസഞ്ചാരത്തിൽ സഞ്ചരിക്കുകയും 5ലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരിക എന്ന് പറയുമ്പോൾ പഠനത്തിൽ ഫോക്കസ് കൂടും. പൊതുവേ നമുക്ക് പുതിയ കോഴ്സിലൊക്കെ അഡ്മിഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അഡ്മിഷനൊക്കെ സാധ്യമാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഉന്നത പഠനം, ഗവേഷണം ഒക്കെ നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. 9ാം ഭാവാധിപനായുള്ള ചൊവ്വ രാഹുവുമായിട്ട് ബന്ധം വരുന്നു എന്നുള്ളത് കൊണ്ട് കഴിവതും നമ്മൾ ഈ സീനിയർ അധ്യാപകരുമായിട്ടൊക്കെ ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് മുതിർന്നവരുമായിട്ടൊക്കെ ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അഗ്രസീവ് എനർജി കൂടാതെ നോക്കണം. ഇനി നമുക്ക് ധനസ്ഥിതി നോക്കുമ്പോൾ ധനകാരകൻ ഗുരു. ആ ഗുരു നേട്ടത്തിൻ്റെ സ്ഥാനത്താണ്. ആ 11 മുതൽ വക്രത്തിൽ നിൽക്കുന്ന ഗുരു നേർസഞ്ചാരത്തിൽ വരികയും ചെയ്യുന്നു. അതുപോലെ 2ാം ഭാവാധിപൻ അതുപോലെ 11ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 7 സ്ഥിതിയുണ്ട്. 21 മുതൽ ആ ബുധനും നേർസഞ്ചാരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ധനാഗമം കൂടുന്നതിനുള്ള ശ്രമങ്ങൾ, അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഫലവത്താകും. ആദ്യവാരം കഴിയുമ്പോൾ തന്നെ ധനാഗമം കൂടാൻ സാധ്യതയുണ്ട്. ചിലർക്ക് അവർ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന്
ധനാഗമം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ സമ്പാദ്യം വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നു. അതുപോലെ 6ാം ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അത് വിപരീത രാജയോഗമാണ്. അത് ഇപ്പം ഈ കടബാധ്യതകളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ കടം കുറയ്ക്കുന്നതിനൊക്കെ ഉള്ള ശ്രമം, അതിനുള്ള മാർഗങ്ങളൊക്കെ കണ്ടെത്തും. വ്യവഹാരങ്ങൾ വഴിയൊക്കെ ചിലപ്പോൾ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതേസമയം രവിയും ശുക്രനും ഒക്കെ 8ൽ നിൽക്കുന്നതിനാൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകൾ ചിലപ്പോൾ മീറ്റ് ചെയ്യേണ്ടി വരും. മാത്രമല്ല നമ്മൾ ധനപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയം കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. വിവാഹത്തെ പറ്റി ചിന്തിക്കുമ്പോൾ 7ാം ഭാവാധിപനായിട്ടുള്ള ശനി 8 നിൽക്കുന്ന സമയമാണ്. വിവാഹ ഭാവകാരകനായിട്ടുള്ള ശുക്രനും അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ്. 7ലാണെങ്കിൽ ചൊവ്വയുണ്ട്, രാഹുവുണ്ട്, അതുപോലെ ബുധനുണ്ട്, അതുപോലെ ആദ്യത്തെ പകുതി സൂര്യനും 7ലാണ് നിൽക്കുന്നത്. അപ്പോൾ ആലോചനകൾ വന്നാൽ തന്നെയും നമ്മൾ അതിലെന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ അഥവാ നമുക്ക് ആലോചനകളിൽ സഡൻ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കുക. ചതി, വഞ്ചന ഇതിലൊക്കെ ചിലപ്പോൾ വീഴാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ആലോചനയിലൊക്കെ ഒരു കെയർ വേണം. കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രണയബന്ധത്തിലെ പ്രശ്നങ്ങൾ ക്രമേണ മാറും. കാരണം 5ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 11 മുതൽ നേർസഞ്ചാരത്തിൽ വരുന്നു. 5ലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ പ്രണയബന്ധമൊക്കെ ആദ്യവാരം കഴിയുമ്പോൾ തന്നെ സ്മൂത്താകുന്ന സാധ്യതയുണ്ട്. ചിലർക്ക് പ്രണയബന്ധം അവരുടെ വിവാഹത്തിൽ എത്തിപ്പെടുന്നതിനും സാധ്യത കാണിക്കുന്നുണ്ട്. മാരിറ്റൽ റിലേഷൻഷിപ്പിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് 7ാം ഭാവത്തിൽ സൂര്യൻ ആദ്യത്തെ 14 ദിവസം 2 വാരമുണ്ട്. അതുപോലെ രാഹു 7ലുണ്ട്, കുജൻ 7ലുണ്ട്, ബുധൻ 7ലുണ്ട്. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ സൂര്യൻ അഷ്ടമത്തിലേക്കൊക്കെ രാശി മാറുന്നുണ്ട്. ശനി, ശുക്രനൊക്കെ തന്നെ 8ലാണ്. അപ്പോൾ പൊതുവേ നമുക്ക് ദാമ്പത്യബന്ധം നമുക്ക് അത്രത്തോളം സ്മൂത്ത് ആകണമെന്നില്ല. അപ്പോൾ ദമ്പതിമാർക്കിടയിൽ ഉള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ഈ മിസ്ലീഡിങ് കമ്മ്യൂണിക്കേഷനൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഈ സൂര്യനൊക്കെ ശുക്രനുമായിട്ടൊക്കെ ബന്ധം വരുമ്പോൾ, ശനിയുമായിട്ടൊക്കെ ബന്ധം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ദമ്പതിമാർക്കിടയിൽ ഈഗോ പ്രശ്നങ്ങൾ, തർക്കങ്ങൾ അതിലൊക്കെ വഴുതി പോകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പം 7ലൊക്കെ ഈ രാഹുവിൻ്റെയും കുജൻ്റെയും ഒക്കെ എനർജി ഉള്ള സമയമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അഗ്രസീവ് എനർജി കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. എന്തെങ്കിലുമൊക്കെ ചതി, ഈ എതിർ ലിംഗക്കാരുടെ ചതിയിലൊക്കെ പെടാൻ സാധ്യതയുണ്ട്. അത് അവരുടെ ദാമ്പത്യ ജീവിതത്തെയും വളരെ സാരമായി ബാധിക്കും എന്ന് മനസ്സിലാക്കിയുള്ള ഒരു പെരുമാറ്റം ഈ കുറുകാരുടെ ഭാഗത്തുണ്ടാകണം. 7ാം ഭാവാധിപൻ 8ലൊക്കെ നിൽക്കുന്ന സമയമായതുകൊണ്ട് ചിലപ്പോൾ ജീവിത പങ്കാളിക്കും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ കുടുംബജീവിതത്തിലും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. 4ാം ഭാവാധിപൻ ചൊവ്വയാണ്. ആ ചൊവ്വ രാഹുവുമായിട്ട് ബന്ധം വരുന്നു 7ല്. അതുപോലെ 2ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ മാർച്ച് 20 വരെ ആ 7ല് വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അതുപോലെ 2ലേക്ക് ശനിയുടെ ദൃഷ്ടിയും ശുക്രൻ്റെ നീചദൃഷ്ടിയാണ്. അതുപോലെ അവസാനത്തെ പകുതി സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ അത് കുടുംബത്തിൽ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങൾ അതൊക്കെ മെച്ചപ്പെടുത്താം. അപ്പോൾ വീട് വാങ്ങാനോ വസ്തു വാങ്ങാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ശ്രദ്ധ കൊടുക്കാം. എങ്കിലും ചതിയിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതേസമയം നമ്മൾ കുടുംബ ജീവിതത്തിൽ നമുക്കൊരു സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകണമെന്നില്ല. പ്രത്യേകിച്ച് തമോ ഗ്രഹങ്ങളുടെയൊക്കെ ഒരു കണക്ഷൻസ് അവിടെ വരുന്നുണ്ട്. സംസാരത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളൊരു തിരിച്ചറിവ് ഈ കുറുകാർക്ക് ഈ മാർച്ച് മാസത്തിൽ ഉണ്ടാകണം. മാർച്ച് 1, 2, അതുപോലെ 14, 15, 16, 19, 20, 28, 29 ഈ തീയതികൾ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം അനുകൂല ദിവസങ്ങളായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട അതായത് മംഗളകർമ്മങ്ങൾ, ശുഭകർമ്മങ്ങൾ ഒക്കെ ഒഴിവാക്കണം. അതുപോലെ പുതിയ സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നുവെങ്കിൽ അത്തരം തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക.
ഇവിടെ ഇപ്പം ഞാൻ ഈ മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഒരു പൊതുഫലമാണ് പറഞ്ഞത്. ഇതൊരു പൊതുഫലമായിട്ട് വേണം കാണാൻ. കാരണം ഈ പൊതുഫലത്തിൽ മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങളെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഇപ്പോൾ നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം ഇവയെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ദശ, അപകാരം, ഛിദ്രമൊക്കെ അവരുടെ ജാതകത്തിൽ അനുകൂല സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണ്. ഇഷ്ടഭാവാധിപത്യം വഹിച്ച് ഇഷ്ടസ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഗോചര ഗ്രഹസ്ഥിതി കൊണ്ടുണ്ടാകുന്ന ദോഷാനുഭവങ്ങൾ കുറയുകയും ഗുണാനുഭവം കൂടുകയും ചെയ്യും. മറിച്ചായാൽ ഗുണാനുഭവം കുറയുകയും ദോഷാനുഭവങ്ങൾ കൂടാനും സാധ്യതയുണ്ട്. ഇത് ജാതക നിരീക്ഷണത്തിലൂടെ നമുക്ക് പറയാൻ കഴിയുള്ളൂ. മാത്രമല്ല ഞാനിവിടെ പറഞ്ഞത് ഈ ചിങ്ങക്കൂറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും ഫലമാണ്. അപ്പോൾ നമുക്കൊരു സംശയം വരാം, ചിങ്ങക്കൂറിൽ പിറക്കുന്നവരാണോ ചിങ്ങലഗ്നക്കാർ? ചിങ്ങക്കൂറിൽ പിറക്കുന്ന ചിലർ ചിങ്ങലഗ്നമായിരിക്കാം. ഈ ഒരു നക്ഷത്രത്തിൽ പല സമയത്ത് ജനിക്കുന്നവരാണ്. അപ്പോൾ ആ സമയം മാറുന്നതിനനുസരിച്ച് അവിടെ ലഗ്നരാശികൾക്ക് മാറ്റം വരും. അപ്പോൾ ചിങ്ങക്കൂറിൽ പെടുന്ന, അതായത് ചിങ്ങലഗ്നക്കാരല്ലാത്ത ചിങ്ങക്കൂറിൽ പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റ് ലഗ്നരാശികൾ വരും എന്നുള്ളത് കൊണ്ട് അവരുടെ ലഗ്നരാശി ഈ കൂറിൻ്റെ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ വന്നിട്ടുള്ളത് എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ആ ലഗ്നത്തിൻ്റെ ഇഷ്ടഭാവങ്ങളിലാണോ ഗ്രഹങ്ങളുടെ സ്ഥിതി വന്നിട്ടുള്ളത്, അപ്പോൾ ദേശാപകാരമൊക്കെ അനുകൂല സ്ഥാനത്താണോ വന്നിരിക്കുന്നത്, അതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ മാറ്റം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാർച്ച് മാസത്തെ ഒരു ഫലം അറിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ നക്ഷത്രത്തിൻ്റെ മാത്രം ഫലം നോക്കാതെ അവർക്ക് ഏത് ലഗ്നരാശി വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാലേ അവർക്ക് മാർച്ച് മാസത്തെ ഫലത്തിൻ്റെ കൃത്യചിത്രം കിട്ടുകയുള്ളൂ. കാരണം ലഗ്നഫലമാണ് വളരെ കൃത്യത, വളരെ സൂക്ഷ്മത. അതുകൊണ്ട് കൂറിൻ്റെ ഫലത്തോടൊപ്പം ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.